Hello, ladies and gentlemen. Welcome back to our moto vlog and our channel Happy Face. Our happy face. Yes, guys. അപ്പോൾ നമ്മൾ മാൾ ഓഫ് എമിറേറ്റ്സിന്ന് ജുമേറ ഭാഗത്തേക്ക് പോകുന്ന ഒരു 10 minutes വ്ലോഗാണ്. നമ്മൾ പാർക്കിംഗ് തന്നെ ആറാംസെ വണ്ടി പുറത്തേക്ക് എടുത്തു. റമദാൻ മാസം ആയതുകൊണ്ടാണ് ബേസിക്കലി തിരക്ക് കുറവാണ് കേട്ടോ. നമ്മളെപ്പോഴും റിവേഴ്സ് എടുക്കുമ്പോൾ ബെറ്റർ ടു പുട്ട് ഹസാർഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പ്രോപ്പറായിട്ട് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി നൈസ്. അതൊരു ശരിയായ പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് അങ്ങോട്ട് വണ്ടി എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയൊരു പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇതിനെ തിരിച്ച് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാൾ ഓഫ് എമിറേറ്റ്സ്, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാൾ ഇൻ UAE. ദുബായ് മാൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാളാണ്. ഈസിലി ആക്സസിബിൾ ആണ് അല്ലേ മോമോ? എല്ലാ കടകളും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ വലിയൊരു പ്ലസ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് റോങ് ആണ്. എനിക്ക് റൈറ്റ് പോകാനുണ്ടായിരുന്നത്, ഞാൻ ട്രാക്ക് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു, ആറാംസെ റൈറ്റ് എടുത്തു. കാരണം എനിക്ക് ഷെയ്ഖ് സായർ റോഡിലേക്ക് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് സുഖമായിട്ട് പോകാം. സോ ദെൻ ടൈം ഹിയർ ഈസ് 5:49 ആൻഡ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് 28 degrees Celsius. നല്ല ക്ലൈമറ്റാണ്. പക്ഷേ ഇന്ന് ഭയങ്കര വിൻഡി ആയിരുന്നു. ക്ലൈമറ്റ് നല്ലതാണ്, പക്ഷേ ഭയങ്കര പൊടിക്കാറ്റുണ്ടായിരുന്നു. നമ്മൾ അജ്മാനിന്ന് വരുമ്പോൾ നല്ല പൊടിക്കാറ്റ് ഫീൽ ചെയ്തു, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് സായർ റോഡിലെ വ്യൂകളും അതേപോലെ ജുമേറ ഏരിയയിലുള്ള ചെറിയ വ്യൂസും എല്ലാമായിട്ട് നമ്മുടെ വീഡിയോ ഒരു ക്വിക്ക് വൈൻഡപ്പ് ആയിട്ട് മാറും. അല്ല മോമോ? Yes. Why are you silent today? And today is a midweek. Oh. It's a Wednesday. So guys, അങ്ങനെ നമ്മൾ ഇതേന പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നേരെ പുറത്തേക്ക് കടന്നു. ട്രാഫിക് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഈ റമദാൻ മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 o'clock നോമ്പ് തുറക്കുന്നത് വരെ ഈ ഒരു ട്രാഫിക്കാണ് ഉണ്ടാവുക പുറത്തെപ്പോഴും. So we are on the way to Jumeirah and it's gonna take almost 29 minutes. It's red. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഷെയ്ഖ് സായിദ് റോഡ്. അതിൽ നമ്മൾ ബർഷ സൈഡിലേക്ക് എക്സിറ്റ് എടുക്കണം. സോ വി നീഡ് ടു കീപ്പ് റൈറ്റ്. ബട്ട് നമുക്ക് എക്സ്ട്രീം റൈറ്റ് ആയിരുന്നു പോകേണ്ടത്, അത് ഇവിടെ നടക്കില്ല. ഇവിടെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എക്സിറ്റ്സ് പ്രോപ്പറായി കീപ്പ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ മിസ്സായ പോലെ മിസ്സാവും. അത് കുഴപ്പമില്ല. നമുക്ക് സ്ട്രെയിറ്റ് പോകുമ്പോൾ നേരെ ഷെയ്ഖ് സായർ റോഡിലേക്ക് അഗെയിൻ വിൽ ഗെറ്റ് എൻ എൻട്രി. സ്ട്രെയിറ്റ് എൻട്രി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. there is a straight entry. But time got reduced. അത് നമ്മൾ നേരത്തെ അതിൻ്റെ ഗൂഗിൾ മാപ്പിന് ലൊക്കേഷൻ കാണിച്ചു പറഞ്ഞത് we'll go right and long route അപ്പോൾ കാണിച്ചു. അത് നേരത്തെ നമ്മൾ റോഡ് വേറെ കാണിച്ചിരുന്നു. സോ ഷെയ്ഖ് സായർ റോഡ് വൺ ഓഫ് ദി മെയിൻ ഹൈവേ ഇൻ UAE ആൻഡ് ഇറ്റ്സ് ദി ഐക്കോണിക് ഹൈവേ എന്ന് പറയാം. നമ്മൾ എവിടെ ദുബായ് കാണിക്കുമ്പോൾ ഷെയ്ഖ് സായർ റോഡ് കാണിക്കാതെ ബിൽഡിങ്സും സ്കൈ സ്ക്രാച്ചേഴ്സും അങ്ങനെയല്ല പറയാം, സ്ക്രേപ്പേഴ്സ്. അന്ന് സ്കൈ സ്ക്രേപ്പേഴ്സിനെ കാണിക്കാത്ത നമുക്കൊരു ദുബായ് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആ റോഡാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബിൽഡിങ്സ് ഉള്ള ഏരിയയിലേക്ക് എത്തുമോ എന്ന് പറയാൻ പറ്റില്ല, അതുവരെ എത്താൻ സാധ്യതയില്ല. സോ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ട്രാഫിക് റൂൾസ് എല്ലാം പാലിച്ച് പ്രോപ്പർ സേഫായി വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് സായർ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല വെറൈറ്റി ഓഫ് കാറുകൾ നമുക്ക് കാണാൻ പറ്റും. എക്സ്പെൻസീവ്, ഹൈ ആൻഡ് ലക്ഷറി പല വണ്ടികളും നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എല്ലാ കാർസിൻ്റെയും, ലക്ഷറി കാർസിൻ്റെ എല്ലാം ഷോറൂംസ് ഇവിടെ ഉണ്ട്. ഈവൻ നമ്മുടെ സ്വന്തം ടൊയോട്ട. ഓക്കെ, സോ ഹി ഈസ് നോട്ട് നത്തിങ് ലെസ്. ടൊയോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണല്ലോ. സോ ദെൻ നമ്മൾ തന്നെ ബിസി റോഡിൽ കടന്നു. എപ്പോഴും നമ്മൾ വണ്ടി ദുബായിലായാലും നാട്ടിലായാലും എവിടെ ഡ്രൈവ് ചെയ്യുമ്പോഴും സേഫ്റ്റി റൂൾസും ട്രാഫിക് റൂൾസ് എല്ലാം പാലിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സേഫ് ഫോർ ഓൾ ഓഫ് us, ഈവൻ നമുക്കും നമ്മുടെ കോ പാസഞ്ചേഴ്സും. ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ ഒരു BMW യെല്ലോ കളർ ആയിട്ട് ഇതേ പോകുന്നു. നമ്മൾ അത്ര കണ്ടിട്ടില്ല, ബട്ട് വൺ ഓഫ് ദി ഐ കാച്ചിങ് എന്നൊക്കെ പറയാം അല്ലേ,
ആ ഒരു കളർ വെറൈറ്റിയിലേ പോകുന്നു. റൈറ്റ് സൈഡിലൂടെ മെട്രോ പോകുന്നുണ്ട്. ഈ റൈറ്റിൽ കാണുന്ന ഈ ബ്രിഡ്ജ് മെട്രോയുടെ ലൈനാണത്. ഇതൊരു ക്രോസിംഗ് ബ്രിഡ്ജ് പോകുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് ഫോർ മെട്രോ, ദാറ്റ്സ് ഫോർ വെഹിക്കിൾസ് നോർമൽ. സോ നമ്മളിത് ഷെയ്ഖ് സായദ് റോഡിലൂടെ മന്ദം മന്ദം സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഓൾവേസ് ഞങ്ങൾ എപ്പോഴും മ്യൂസിക് ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് ഞങ്ങൾ മ്യൂസിക് അത്ര പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. ദുബായിൽ വണ്ടി ഓടിക്കാൻ എപ്പോഴും ഈ ബ്ലൂ ബോർഡ്സ്, സൈൻ ബോർഡ്സ് എല്ലാം നോക്കി നമ്മുടെ മാപ്പിൽ ഈ എഴുതി കാണിക്കുന്ന പേരും ബോർഡ്സിൻ്റെ സൈൻസൊക്കെ നോക്കി പ്രോപ്പർലി വണ്ടി ഓടിച്ചാൽ അത്ര ഹെക്റ്റിക് അല്ല, ഇതേ നമുക്ക് വണ്ടി ഓടിക്കാം. ബട്ട് സ്റ്റിൽ ദർ വിൽ ബി ട്രാഫിക്കിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ ആശാൻ പറഞ്ഞു തരുന്ന വഴിയിലൂടെ മെല്ലെ പോയി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നു. നമുക്ക് യൂഷ്വലി റൈറ്റാണ് പോകേണ്ടത്. എക്സിറ്റ് നമ്പർ 44 അൽ ഷിഫ് സ്ട്രീറ്റ്. സോ ഉമൽ ഷിഫ് സ്ട്രീറ്റ് തന്നെ 44, എക്സിറ്റ് 44. ആ ബോർഡിൻ്റെ മേലെ എക്സിറ്റ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ആ വൈറ്റ് കളറിൽ, അതാണ് എക്സിറ്റ്സ്. ഓക്കെ, സോ ദെൻ അഗെയിൻ ദി ബോർഡിലൊരു ബ്ലാക്ക് ഏരോ കണ്ടോ, ശ്രദ്ധിച്ചോ? ആ ബ്ലാക്ക് ഏരോയുടെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ട്രാക്ക്, ആ ഒരു സ്പെസിഫിക് ട്രാക്ക് റൈറ്റ് സൈഡ് മാത്രമേ പോവുള്ളൂ. അപ്പോൾ യു ക്യാൻ അതിൽ നിന്ന് കഴിഞ്ഞാൽ സ്ട്രെയിറ്റോ ലെഫ്റ്റോ എടുക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അതെനിക്ക് മിസ്റ്റർ റിയാസ് ആണ് പഠിപ്പിച്ചു തന്നത്. ഇങ്ങനത്തെ റോഡ്സിൽ അതെ, എക്സിറ്റ്സ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഗുസ്തി പിടിക്കാതെ അടുത്ത എക്സിറ്റ് നോക്കി പോവുക എന്നുള്ളതാണ് വേണ്ട. അല്ലാതെ നമ്മൾ മിസ്സായ എക്സിറ്റ് എടുക്കാൻ വേണ്ടി റിവേഴ്സ് എടുക്കുക, ഡെഡ് റൈറ്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർക്കസ് കളിക്കുന്നത് ഭയങ്കര റിസ്ക്കിയാണ്. ഇവിടെ മിസ്സാവും, കാരണം ഇത് എക്സിറ്റ്സ് മിക്സ് ആവാൻ കൂടുതൽ ചാൻസ് ആണ് ഇവിടെ. കാരണം ഇത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള റോഡല്ല, ഭയങ്കര കൺഫ്യൂഷൻസ് എല്ലാം കണ്ട. എക്സിറ്റ്സ് ഇവിടെ തന്നെ 2 എക്സിറ്റ് ഉണ്ട്, 44 ഉണ്ട്, 45 ഉണ്ട്. ദി വൺ വിച്ച് വി ആർ ഗോയിങ് ഇറ്റ് ഈസ് 44, ദി നിയർ ബൈ ഇറ്റ് ഈസ് 45. സോ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റണം നമുക്ക്. അതാണ് കണ്ടോ, ഈ ഒരു വലിയൊരു ഹൈവേനെ ക്രോസ് ചെയ്യുന്ന ഒരു ഓവർ ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്പീഡ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിൽ ക്യാമറ ഉണ്ട്. റോഡ് സ്പീഡ് ഞാൻ നോക്കിയില്ല, ഇറ്റ്സ് 40. സോ ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മൾ 60ലേക്ക് ഇറങ്ങി, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നേരെ കാണുന്നത് നമുക്ക് ബുർജ് ഖലീഫ വ്യൂ, വൺ ഓഫ് ദി ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദി വേൾഡ്. അതാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. സൺസെറ്റിൻ്റെ സൺറൈസ് എല്ലാം അടിച്ച് നമ്മുടെ സ്വർണ്ണ കളറിൽ മുങ്ങി നിൽക്കുന്ന നമ്മുടെ ബുർജ് ഖലീഫ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഷെയ്ഖ് സായദ് റോഡ് ക്രോസ് ചെയ്ത് ജുമേറ സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ട്രാഫിക് നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാനുണ്ട്. ഈ ഫ്രണ്ടിലുള്ള ലോറി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ലെറ്റ് us keep on the same track so we can see something much more clear. കണ്ടോ ട്രാഫിക് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഈ റോഡ് ചെന്ന് എൻഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ട്രാക്കിലേക്ക് മെർജ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വെഹിക്കിൾസ് കവർ ചെയ്ത് നമ്മളിവിടെ എത്തും. So then we are getting into the left track by putting indicators and proper road signals keep ചെയ്തിട്ട് എപ്പോഴും വണ്ടി ഓടിക്കാം. അല്ല മോമോ? Yes sir. മോമോ കൊണ്ടാതിരിക്കാം. ഇതുവരെ അരുൺ എന്നെ മാത്രമായിരുന്നു പഠിപ്പിച്ച ട്രാഫിക് റൂൾസ്. ഇനി അരുൺ നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കുന്നതാണ്. ഞാൻ ട്രാഫിക് റൂൾ പഠിപ്പിച്ചോണ്ട് നീ ഇപ്പൊ ദുബായിക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ചു വരുന്നു. Right, that is true guys.